ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ ലാബ് വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ലാബ് 4 ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്, ലാബ് 11 എലിപ്സ് ആൻഡ് ഹൈപ്പർബോള എന്നീ ലാബുകളുടെ 8 മാർക്ക് വീതമുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിന് എങ്ങനെ ഉത്തരം എഴുതണം എന്നും ഇവിടെ വിശദീകരിക്കുന്നു. 2024 ജനുവരി മാസം വരുന്ന ശരിയായ പ്രാക്ടിക്കലിന് ഇവിടെ കൊടുക്കുന്ന ഏതെങ്കിലും ചോദ്യം വരികയാണെങ്കിൽ അത് തികച്ചും യാദൃശ്ചികമാണ്. ഈ പ്രാക്ടിക്കൽ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കും ലാ മാത്തമാറ്റിക്സിൻ്റെ ആശംസകൾ. ഇവിടെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ലാബ് 4 ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ലാബിന് 8 മാർക്ക് വീതമാണ് ഉള്ളത്. ഈ 8 മാർക്ക് വീതമുള്ള ലാബിൽ ഒരു കുട്ടിക്ക് ക്വസ്റ്റ്യൻ പറയുന്ന പോലെ തന്നെ ചില ക്വസ്റ്റ്യനിൽ ഓൺലി വൺ ഹാവിങ് ടിക്ക് മാർക്ക് എന്നിങ്ങനെ സൂചിപ്പിക്കും. അതിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് യഥാർത്ഥ പരീക്ഷയ്ക്ക് ഒരു വിദ്യാർത്ഥി എഴുതേണ്ടതെന്ന് ഇവിടെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ഇവിടെ 3 ചോദ്യങ്ങളുണ്ടെങ്കിൽ 3നും ഇവിടെ ഈ വീഡിയോയിൽ ആൻസർ ചെയ്യുന്നു എന്ന് മാത്രം. ലാബ് 4 ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. ക്വസ്റ്റ്യനായിട്ട് പറയുന്നത് ഫോളോ ദ ഡയറക്ഷൻസ് ഗിവൺ ബിലോ ആൻഡ് കൺസ്ട്രക്റ്റ് എ ജിയോജിബ്ര അപ്ലെറ്റ്. 4 മാർക്കാണ് ഈ ക്വസ്റ്റ്യന് ഉള്ളത്. അതിലിവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു ഇനീഷ്യൽ സെറ്റിങ്സ്, അതായത് പുതിയ ഒരു ജിയോജിബ്ര വിൻഡോ എടുത്തതിന് ശേഷം ഇനീഷ്യൽ സെറ്റിങ്സ് ആയിട്ട് ഓപ്ഷൻസ്, അഡ്വാൻസ്ഡ്, ആംഗിൾ യൂണിറ്റ്, റേഡിയൻ ആക്കി മാറ്റണം. അതിനുവേണ്ടി നാം ഇവിടെ പുതിയൊരു ജിയോജിബ്ര വിൻഡോ സെലക്ട് ചെയ്യുന്നു. അതിൽ പറയുന്ന പോലെ തന്നെ ഓപ്ഷൻസിൽ പോയി അഡ്വാൻസിൽ ക്ലിക്ക് ചെയ്ത് ആംഗിൾ ഡിഗ്രി ആയിട്ടാണ് ഡീഫാൾട്ടായിട്ട് വരുന്നത്, അത് നമ്മൾ റേഡിയൻ ആക്കി മാറ്റുന്നു. ഇതാണ് ഇവിടുത്തെ ഇനീഷ്യൽ സെറ്റിങ്സ്. തുടർന്ന് പോയിൻ്റ് പ്ലോട്ട് ചെയ്യണം. O ഈക്വൽ ടു 0 0. ഇൻപുട്ട് ബാറിൽ ക്യാപിറ്റൽ O ഈക്വൽ ടു 0, 0 എന്ന് എൻ്റർ ചെയ്യുന്നു. തുടർന്ന് ചെയ്യാൻ പറയുന്നത് ഡ്രോ എ യൂണിറ്റ് സർക്കിൾ സെൻറ്റേഡ് അറ്റ് ഒറിജിൻ. ഒരു യൂണിറ്റ് സർക്കിൾ വരയ്ക്കാനാണ് വേണ്ടത്. ഇപ്പോൾ യൂണിറ്റ് സർക്കിൾ വരയ്ക്കാൻ സർക്കിൾ വിത്ത് സെൻറ്റർ ആൻഡ് റേഡിയസ്. ഓയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ റേഡിയസ് പറയുന്നു എത്രയാണ് വേണ്ടത്, അവിടെ 1 എന്ന് കൊടുക്കുന്നു. ഓക്കെ കൊടുത്താൽ നമുക്കിവിടെ യൂണിറ്റ് സർക്കിൾ ലഭിച്ചു. ഇനി ഇവിടെ യൂണിറ്റ് സർക്കിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ചെയ്യാനുള്ളത് തുടർന്ന് പറയുന്നത് പ്ലോട്ട് പോയിൻ്റ് ക്യാപിറ്റൽ എ ഈക്വൽ ടു 1, 0. ക്യാപിറ്റൽ എ ഈക്വൽ ടു 1, 0 എൻ്റർ ചെയ്യുന്നു. ഇപ്പോൾ എ എന്ന പോയിൻറ്റും എൻ്റർ ചെയ്ത് കഴിഞ്ഞു. തുടർന്ന് ക്രിയേറ്റ് എ നമ്പർ സ്ലൈഡർ വിത്ത് മിനിമം -10 മാക്സിമം 10. സ്ലൈഡർ ടൂളിൽ നിന്ന് സ്ലൈഡർ ഡീഫാൾട്ടായിട്ട് -5 +5 ആണ് വരിക. നമ്മളിവിടെ -10 ആക്കി മാറ്റുന്നു. മാക്സിമം +10. ഇൻക്രിമെൻ്റ് പറയുന്നത് 0.01. തുടർന്ന് മാനുവലിൽ തന്നെ പറയുന്നു, ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ പറയുന്നു സെറ്റ് അനിമേഷൻ ആസ് ഇൻക്രീസിങ്. അതായത് ഇവിടെ അനിമേഷൻ ചെയ്യേണ്ടത് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ പോയിട്ട് ഓസിലേറ്റിംഗ് ആണ് ഡീഫാൾട്ടായിട്ട് വരിക, അത് ഇൻക്രീസിങ് ആക്കി മാറ്റുന്നു. കൂടാതെ ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയുന്നില്ലെങ്കിലും സ്പീഡ് നമുക്കൊന്ന് കുറയ്ക്കാവുന്നതാണ്, 0.1 ആക്കി മാറ്റുന്നു. തുടർന്ന് plot another point a dash such that AO a dash equal to a radian. അതായത് ആംഗിൾ ടൂളിൽ ആംഗിൾ വിത്ത് ഗിവൺ സൈസ് സെക്കൻഡ് ക്യാപിറ്റൽ എ O, ദെൻ ഡീഫാൾട്ടായിട്ട് 45 ആണ് വരിക, നമ്മളത് എ ആക്കി കൊടുക്കുന്നു, സ്മോൾ ലെറ്റർ എ. തുടർന്ന് റീനെയിം ദ പോയിൻ്റ് എ ഡാഷ് ആസ് ക്യാപിറ്റൽ എ. അതായത് എ ഡാഷിൽ റൈറ്റ് ക്ലിക്ക് കൊടുത്ത് റീനെയിം
ക്യാപിറ്റൽ പി. രണ്ട് രീതിയിൽ ചെയ്യാം. ഓൾജിബ്രയ്ക്ക് വീലും മാറ്റാം, അല്ലെങ്കിൽ സർക്കിളിൻ്റെ മുകളിലെ പോയിന്റിലും കൊടുക്കാവുന്നതാണ്. ഷോ ദ കോർഡിനേറ്റ്സ് ഓഫ് പി. പുതുതായി മാറ്റിയ പിയുടെ കോർഡിനേറ്റ്സ് ഒന്ന് ഷോ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് കൊടുത്ത് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ പോയി നെയിം ആൻഡ് വാല്യൂ. തുടർന്ന് ജോയിൻ ഒ പി യൂസിങ് ലൈൻ സെഗ്മെൻറ്റ്. ലൈൻ സെഗ്മെൻറ്റ് ടൂളിൽ നിന്ന് സെക്കൻഡ് ഓപ്ഷൻ ഒയിലും പിയിലും ക്ലിക്ക് ചെയ്യുന്നു. ഒ പി. ക്രിയേറ്റ് ഇൻപുട്ട് ബോക്സ് ഫോർ സ്ലൈഡർ എ. സ്ലൈഡർ എക്ക് ഒരു ഇൻപുട്ട് ബോക്സ് കൊടുക്കുന്നു. സ്ലൈഡർ ടൂളിൽ നിന്ന് ഇൻപുട്ട്. ഡീഫോൾട്ടായിട്ട് ക്യാപ്ഷൻ എല്ലാം വരും. ഓൾജിബ്രയ്ക്ക് വ്യൂവിൽ കാണുന്ന എല്ലാം നമുക്ക് കൊടുക്കാവുന്നതാണ്. സ്ലൈഡറിനാണ്, അപ്പോൾ സ്മോൾ ലെറ്റർ എ എന്ന് കൊടുക്കാം. ഇവിടെ എ ഈക്വൽ ടു 1. കൂടാതെ നമുക്ക് ഇത്രയും സൈസ് ആവശ്യമില്ല. ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ പോയി സ്റ്റൈൽ എന്നുള്ളത് 20 വേണ്ട, നമുക്കൊരു 10 ആക്കി കുറയ്ക്കുകയും ചെയ്യാം. ഇതൊന്നും നിർബന്ധമല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കഴിഞ്ഞു. അതായത് ഇവിടെ നമുക്ക് കൂടുതലൊന്നും എഴുതാനില്ല. ഒരു ആൻസർ എന്ന രീതിയിൽ ഇവിടെ എഴുതാനുള്ളത് ഒരു അപ്ലെറ്റ് കൺസ്ട്രക്റ്റ് ചെയ്യാനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ ആയിട്ട് ഇവിടെ എഴുതാം അപ്ലെറ്റ് കൺസ്ട്രക്റ്റഡ്. ഇത്ര എഴുതിയാൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കഴിഞ്ഞു. ദെൻ തുടർന്ന് യൂസിങ് എബവ് അപ്ലെറ്റ് ഫൈൻഡ് ദ ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് ഓൺലി വൺ ഹാവിങ് ടിക്ക് മാർക്ക് ഫ്രം ദ ഫോളോയിങ്. അതിൽ തന്നെ സൈൻ എക്സിൻ്റെയും കോസ് എക്സിൻ്റെയും ആണ് ഇവിടെ ചെയ്യാനുള്ളത്. നാം ആദ്യം രണ്ടിൻ്റെയും ഇവിടെ ചെയ്യാണ്. സൈൻ എക്സിൻ്റെയും കോസ് എക്സിൻ്റെയും ഡൊമെയിൻ നാം എഴുതുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, നാം വരച്ചത് ഒരു യൂണിറ്റ് സർക്കിളാണ്. അതായത് റേഡിയസ് 1 യൂണിറ്റ് ആണെന്ന് ചുരുക്കം. അതുകൊണ്ട് തന്നെ യൂണിറ്റ് സർക്കിൾ ആണെങ്കിൽ ഇവിടെ കാണുന്ന എ ഒ പി എന്നുള്ളത് ആൽഫ എന്നുള്ള ആംഗിൾ ആണെങ്കിൽ കോസ് ആൽഫ എന്നുള്ളത് പി എന്നുള്ളതിൻ്റെ എക്സ് കോർഡിനേറ്റും, അതുപോലെ തന്നെ സൈൻ ആൽഫ എന്നുള്ളത് പി എന്നതിൻ്റെ വൈ കോർഡിനേറ്റുമായിരിക്കും. ഈ ആശയമാണ് നാം ഈ ലാബിൽ ഉപയോഗിക്കുന്നത്. ഒരിക്കൽ കൂടി പറയാം. നാം വരച്ചത് യൂണിറ്റ് സർക്കിളാണ്. അതായത് റേഡിയസ് 1 യൂണിറ്റാണ്. ഒ പി എന്നുള്ളതും റേഡിയസ് ആണ്, ഒ എ എന്നുള്ളതും റേഡിയസ് ആണ്. രണ്ടും 1 യൂണിറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസ്ട്രക്റ്റ് ചെയ്യാം. അതായത് ഒ എ എന്ന ലൈനിൻ്റെ ഇടയിൽ ഒരു എം എന്ന പോയിൻ്റ് കൊടുക്കുകയാണെങ്കിൽ ഒ പി എം എന്ന ആംഗിൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസ്ട്രക്റ്റ് ചെയ്താൽ അതിൽ നിന്ന് കോസ് ആൽഫ സൈൻ ആൽഫ രണ്ടും നമുക്ക് കണ്ടെത്താം. അതായത് കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് ഓഫ് പിയും സൈൻ ആൽഫ എന്ന് പറഞ്ഞാൽ വൈ കോർഡിനേറ്റ് ഓഫ് പിയുമായിരിക്കും. അതായത് സൈൻ ആൽഫ എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുന്ന പി എം എന്ന വാല്യൂ, കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ ഒ എം എന്ന വാല്യൂമായിരിക്കും. ഈ ആശയമാണ് നാം ഇവിടെ ഉപയോഗിക്കുന്നത്. നമുക്കിവിടെ ചെയ്യാനുള്ളത് സൈൻ ഫംഗ്ഷൻ്റെയും കോസ് ഫംഗ്ഷൻ്റെയും ഡൊമൈനും റേഞ്ചും കൺസ്ട്രക്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നാം ഇവിടെ അനിമേഷൻ കൊടുക്കുന്നു. അതായത് പി എന്ന പോയിൻ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു. ആ സമയത്ത് പി എന്ന പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റിൻ്റെയും വൈ കോർഡിനേറ്റിൻ്റെയും പ്രത്യേകത ഒന്ന് നോക്കാം. നമുക്ക് വേണമെങ്കിൽ സ്പീഡ് ഒന്നും കൂടി കൂട്ടാവുന്നതാണ്. അതായത് ഈ സമയത്ത് പിയുടെ എക്സ് കോർഡിനേറ്റ് ഇത് -4.1, ഇപ്പോൾ 0.82 ആയി. നമുക്ക് വീണ്ടും അനിമേഷൻ കൊടുക്കുമ്പോൾ ഇത് 0.9 എത്തി, 1 എത്തിയാൽ വീണ്ടും കുറയുന്നു. ഇങ്ങനെയാണ് പി എന്ന പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് വരുന്നത്. നേരത്തെ സൂചിപ്പിച്ചു, പിയുടെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ അത് കോസ് വാല്യൂ ആയിരിക്കുമെന്നർത്ഥം. ഇനി ഇതാ നെഗറ്റീവിലേക്ക് പോകുന്നു. നെഗറ്റീവിലെത്തിയ -1 എത്തിയ വീണ്ടും കൂടുന്നു. അതുപോലെ തന്നെ വൈ കോർഡിനേറ്റും ഇതേ രീതിയിൽ തന്നെ ഏറ്റവും ചെറിയ വാല്യൂ -1 ആണ്. വീണ്ടും അത് ഇൻക്രീസ് ചെയ്ത് 0 എത്തുന്നു. 0 വീണ്ടും ഇൻക്രീസ് ചെയ്തിട്ട് 1 എത്തുന്നു. 1 എത്തിയാൽ വീണ്ടും കുറയുന്നു. അതായത് ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം,
പിയുടെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും -1 മുതൽ +1 വരെ വാരി ചെയ്യുന്നു എന്നർത്ഥം. കൂടാതെ ഈ കൊടുക്കുന്ന വാല്യൂ എ എന്ന സ്ലൈഡർ -10 മുതൽ +10 വരെ ഇവിടെ കൊടുക്കുന്നുള്ളൂ എങ്കിലും നമുക്ക് -∞ മുതൽ +∞ വരെ ഇത് കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ എക്സിന് ആംഗിളിന് കൊടുക്കുന്ന വാല്യൂസ് അതിനെയാണ് നാം ഡൊമൈൻ എന്ന് പറയുന്നത്. ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന വാല്യൂ ആണ് റേഞ്ച്. അതായത് ഇതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം സൈൻ എക്സിൻ്റെയും കോസ് എക്സിൻ്റെയും ഡൊമൈൻ ക്യാപിറ്റൽ R ആണ് എന്നും സൈൻ എക്സിൻ്റെയും കോസ് എക്സിൻ്റെയും റേഞ്ച് -1 +1 ക്ലോസ് ഇൻ്റർവൽ -1 1. ഇതാണ് നാം ഈ ക്വസ്റ്റ്യന് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഫൈൻഡ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ഓൺലി വൺ ഹാവിങ് ടിക്ക് മാർക്ക്. സൈൻ എക്സിൻ്റെയും കോസ് എക്സിൻ്റെയും ഡൊമൈൻ എന്താണ്, റേഞ്ച് എന്താണ്? അപ്പോൾ 2 എന്ന ആൻസർ എഴുതിയതിൻ്റെ ശേഷം സൈൻ എക്സ് ഡൊമൈൻ ക്യാപിറ്റൽ R ആണ്, റേഞ്ച് ക്ലോസ് ഇൻ്റർവൽ -1 1. ഇതേ രീതിയിൽ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ഡൊമൈൻ ക്യാപിറ്റൽ R ആണ്, ദാറ്റ് ഈസ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്, റേഞ്ച് ക്ലോസ് ഇൻ്റർവൽ -1 1. ഇപ്പോൾ നാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറും ഇവിടെ എഴുതി കഴിഞ്ഞു. തുടർന്ന് യൂസിങ് എബവ് അപ്ലെറ്റ് ആൻസർ ഓൺലി വൺ ക്വസ്റ്റ്യൻ ഹാവിങ് ടിക്ക് മാർക്ക് ഫ്രം ദ ഫോളോയിങ്. നമുക്കിവിടെ കാണാനുള്ളത് sin π/3, അതായത് സ്ലൈഡറിൽ π/3 എന്ന് കൊടുക്കുന്നു. സ്ലൈഡർ എക്ക് π/3 pi/3 എന്ന് എൻ്റർ ചെയ്യുന്നു. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ നമ്മൾ സൈൻ ആണ് കാണുന്നത്. സൈൻ എന്ന് പറഞ്ഞാൽ വൈ കോർഡിനേറ്റ്, അതായത് പി എന്ന പോയിൻറ്റിൻ്റെ വൈ കോർഡിനേറ്റ് 0.87. നമുക്ക് വേണമെങ്കിൽ ഇത് ഓപ്ഷൻസിൽ പോയിട്ട് റൗണ്ടിങ് 4 ഡെസിമൽ പ്ലേസിലേക്ക് വേണമെങ്കിൽ മാറ്റാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 0.8674. ഇതാണ് നമുക്കിവിടെ കിട്ടിയ ആൻസർ. അതായത് 0.866 എന്ന രീതിയിലേക്ക് അതിനെ മാറ്റാവുന്നതാണ്. ദെൻ കോസ് π/6 ആണ് കാണാനുള്ളത്. നാം ഇവിടെ π/6 എന്ന് എൻ്റർ ചെയ്യുന്നു. pi/6 π/6 π/6 ആണെങ്കിൽ ആ സമയത്ത് കോസ് ആണ് കാണേണ്ടത്. പി എന്ന പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് ആണ് നാം എഴുതേണ്ടത്. കോസ് എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റ്, സൈൻ എന്ന് പറഞ്ഞാൽ പി എന്നതിൻ്റെ വൈ കോർഡിനേറ്റ്. അപ്പോൾ 0.866 ഇതാണ് നമുക്കിവിടെ കിട്ടിയ ആൻസർ. അതായത് കോസ് π/6 എന്ന് പറഞ്ഞാൽ 0.866. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സൈൻ π/4. ഇവിടെ സ്ലൈഡറിൽ π/4 സൈൻ π/4 pi/4 π/4 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് കാണേണ്ടത് സൈൻ π/4 ആണ്. സൈൻ π/4 എന്ന് പറഞ്ഞാൽ 0.7071. നമുക്ക് ഈ സമയത്ത് ഒരു കാര്യം കൂടി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാം. സൈൻ π/4ഉം കോസ് π/4ഉം 1/√2 ആണ്. ആ 1/√2ൻ്റെ വാല്യൂ ആണ് 0.7071. ഇതാണ് ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ലാബ് 4 എന്ന് അണ്ടർലൈൻ ചെയ്ത് പേരെഴുതി അണ്ടർലൈൻ ചെയ്ത് 1 എന്ന് എഴുതിയിട്ട് വേണം ചെയ്യാൻ എന്ന് ഇവിടെ പ്രത്യേകം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. കാരണം ലാബ് 4നും ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നാം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ലാബ് 11 എലിപ്സ് ആൻഡ് ഹൈപ്പർബോള അതിനും 1 എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതുകൊണ്ട് ഏതാണോ ചെയ്യുന്നത് ആ ലാബിൻ്റെ പേരെഴുതി വൃത്തിയിൽ പേരെഴുതി അണ്ടർലൈൻ ചെയ്ത് 1 എന്ന് എഴുതിയിട്ട് വേണം അതാത് ലാബുകളുടെ ആൻസർ ചെയ്യേണ്ടതെന്ന് ഒരിക്കൽ കൂടി കുട്ടികളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ദെൻ രണ്ടാമത്തെ ലാബ് പുതിയൊരു പേജ് എടുത്തതിന് ശേഷം ഹെഡിങ് എഴുതി 1 എന്ന് കൊടുക്കുന്നു. യൂസിങ് എലിപ്സ് ടൂൾ ഡ്രോ ഓൺലി 1 ക്വസ്റ്റ്യൻ ഹാവിങ് ടിക്ക് മാർക്ക് ഫ്രം ദ ഫോളോയിങ്. ഇവിടെയും അതെ 3 ക്വസ്റ്റ്യനും നാം ആൻസർ ചെയ്യുന്നുണ്ട്. ഒരു കുട്ടിക്ക് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യന് മാത്രമേ ആൻസർ ചെയ്യേണ്ടതുള്ളൂ. ഏതാണ് ചെയ്യേണ്ടതെന്ന് ലാബ് എക്സാമിനർ വരുന്ന എക്സ്റ്റേണൽ എക്സാമിനർ നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് ചെയ്താൽ മതിയായിരിക്കും. ഇവിടെ ചെയ്യാനുള്ളത് യൂസിങ് എലിപ്സ് ടൂൾ ഫോക്കൈ ±30 പാസിംഗ് ത്രൂ ദ പോയിൻറ്റ് 52 ഇതാണ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് പുതിയൊരു ജിയോജിബ്ര വിൻഡോ സെലക്ട് ചെയ്തതിൻ്റെ ശേഷം അതായത് ഈ ക്വസ്റ്റ്യൻ നമുക്ക് 2 തരത്തിൽ ചെയ്യാം. ആദ്യം എലിപ്സ് ടൂളിൽ പോയിൻ്റ് ആദ്യമേ എൻ്റർ ചെയ്യാം. ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞ് ആദ്യ പോയിൻ്റ്, ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞ് രണ്ടാമത്തെ പോയിൻ്റ്, 2 ഫോക്കസുകൾ, സി എന്ന് പറഞ്ഞ അടുത്ത പോയിൻ്റ്. ആ രീതിയിലും ചെയ്യാം. അല്ലെങ്കിൽ
എ എന്ന സ്ഥാനത്ത് ആ പോയിൻ്റ് കൊടുത്താലും മതിയായിരിക്കും. നാം ആദ്യം ചെയ്യുന്നത് ക്യാപിറ്റൽ എ ഈക്വൽ ടു 3,0 എ എന്നത് എൻ്റർ ചെയ്തു. ദെൻ ക്യാപിറ്റൽ ബി ഈക്വൽ ടു -3,0. ദെൻ ക്യാപിറ്റൽ സി ഈക്വൽ ടു 5,2. അപ്പോൾ എ ബി സി എന്ന 3 പോയിൻറ്റും എൻ്റർ ചെയ്തു. ഇനി നമ്മളോട് ഇവിടെ പറയുന്നത് എലിപ്സ് നമുക്ക് 2 തരത്തിൽ വരയ്ക്കാം. അതായത് ടൂൾ ഉപയോഗിച്ചും അതുപോലെ തന്നെ കമാൻഡ് ഉപയോഗിച്ചും. ഇവിടെ ക്വസ്റ്റ്യനിൽ എലിപ്സ് ടൂൾ ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ എലിപ്സ് ടൂൾ ഉപയോഗിക്കുന്നു. എലിപ്സ് ആക്റ്റീവ് ആക്കുന്നു. കഴ്സർ ഇവിടെ വെക്കുമ്പോൾ നമ്മളോട് പറയുന്നു സെലക്ട് 2 ഫോക്കൈ ദെൻ പോയിൻ്റ് ഓൺ ദ എലിപ്സ്. അപ്പോൾ ആദ്യം നാം 2 ഫോക്കസിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. 2 ഫോക്കസിൽ ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് സി എന്ന 5,2 എന്ന പോയിന്റിലും ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്കൊരു എലിപ്സിൻ്റെ ഇക്വേഷൻ ലഭിച്ചു കഴിഞ്ഞു. ഈ എലിപ്സിൻ്റെ ഇക്വേഷന് ആണ് നാം ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ എലിപ്സിൻ്റെ ഇക്വേഷൻ ഇവിടെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഇതാണ് ആൻസർ. നമുക്ക് ഇത്രയും ഓപ്ഷൻസ് ആവശ്യമില്ല. റൗണ്ടിങ് ടു 2 ഡെസിമൽ പ്ലേസ് മതിയായിരിക്കും. അതായത് 346.59 എക്സ് സ്ക്വയർ പ്ലസ് 490.59 വൈ സ്ക്വയർ ഈക്വൽ ടു 10,627.12. ഇതാണ് നാം ഇവിടെ ആൻസറായിട്ട് എഴുതേണ്ടത്. അപ്പോൾ ഇതാ ആൻസർ. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഫോക്കസ് ±20.51 ആണ്. നാം തൽക്കാലം സൗകര്യത്തിന് ഈ പോയിൻ്റ് ഇവിടെ തന്നെ എഡിറ്റ് ചെയ്യുന്നു. അതായത് പോയിൻ്റ് ±20. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ പോയിട്ട് നാം എഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് 20. ദെൻ -20. ദെൻ അടുത്ത പോയിൻ്റ് 51. ഇപ്പോൾ നാം പോയിൻ്റ് 3 പോയിൻറ്റും മാറ്റിക്കഴിഞ്ഞു. ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയുന്ന ±20, 51 ഈ 3 പോയിൻ്റ് എൻ്റർ ചെയ്തു. ദെൻ ടൂൾ ഉപയോഗിച്ച് എലിപ്സ് ടൂൾ ഉപയോഗിച്ച് എലിപ്സ് നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ ആദ്യം ക്യാപിറ്റൽ ബിയിലും പിന്നെ എയിലും 2 ഫോക്കസിൽ എൻ്റർ ചെയ്തു. ദെൻ ക്ലിക്ക് ഓൺ സി. ഇപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. അതായത് 354.89 എക്സ് സ്ക്വയർ പ്ലസ് 418.89 വൈ സ്ക്വയർ ഈക്വൽ ടു 9291.02. ഇതാണ് നാം ഇവിടെ ആൻസറായിട്ട് എഴുതേണ്ടത്. ദെൻ മൂന്നാമത്തെ ±2.5, -41 ഈ പോയിൻ്റാണ് ഇവിടെ എ ബി സി ആയിട്ട് എൻ്റർ ചെയ്യേണ്ടത്. ഇവിടെ ചെയ്യാനുള്ളത് ഓപ്ഷൻസിൽ പോയിട്ട് 2.5 ആക്കി മാറ്റുന്നു. 2.5. ദെൻ അടുത്ത പോയിൻ്റ് -2.5, -2.5. ദെൻ അടുത്ത പോയിൻ്റ് -41. ഇപ്പോൾ എ ബി സി എന്ന 3 പോയിൻ്റ് നാം ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി ടൂൾ ഉപയോഗിച്ച് നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് പ്രകാരം തന്നെ ക്യാപിറ്റൽ ബി ക്യാപിറ്റൽ എ 2 ഫോക്കസിൽ എൻ്റർ ചെയ്തു. ദെൻ സി എന്ന -41 എന്ന പോയിന്റിലും ക്ലിക്ക് ചെയ്യുന്നു. ഈ സമയത്ത് നമുക്ക് ലഭിച്ച എലിപ്സിൻ്റെ ഇക്വേഷൻ 180.85 എക്സ് സ്ക്വയർ പ്ലസ് 280.85 വൈ സ്ക്വയർ ഈക്വൽ ടു 3174.4. ഇതാണ് നാം ഇവിടെ ആൻസറാക്കി എഴുതേണ്ടത്. ഇപ്പോൾ 2 മാർക്കിൻ്റെ ഈ ക്വസ്റ്റ്യനും എഴുതി കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. യൂസിങ് എലിപ്സ് ടൂൾ ഡ്രോ ഓൺലി 1 ക്വസ്റ്റ്യൻ ഹാവിങ് ടിക്ക് മാർക്ക് ഫ്രം ദ ഫോളോയിങ്. ഇവിടെ തരുന്നത് ഫോക്കസ് 0, ±4 മേജർ ആക്സിസിൻ്റെ ലെങ്ത്ത് 10 ആണ്. ഇവിടെയും നമുക്ക് അറിയാം എലിപ്സ് ടൂളിൽ 2 ഫോക്കസും ഒരു പോയിൻറ്റുമാണ് കാണാനുള്ളത്. അതുകൊണ്ട് മേജർ ആക്സിസിൻ്റെ ലെങ്ത്ത് 10 ആണെങ്കിൽ മേജർ ആക്സിസിൻ്റെ ലെങ്ത്ത് 10 വരുമ്പോൾ അതായത് 2a ആണ് 10. അതുപയോഗിച്ച് നമുക്ക് ആ എലിപ്സിലുള്ള മറ്റൊരു പോയിൻറ്റും കൂടി ഇവിടെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്.
അതായത് 0, 4 അല്ലെങ്കിൽ 0, -4 എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്ന എലിപ്സ്. അതായത് ഫോക്കസ് എലോങ് y ആക്സിസ് ആണ്. അതുകൊണ്ട് നമ്മുടെ അടുത്തൊരു പോയിൻ്റ് 0, 5 എന്ന രീതിയിലേക്ക് ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 10 വരികയാണെങ്കിൽ നമുക്കറിയാം 0, 5, 0, -5 ഈ രണ്ട് പോയിൻറ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസാണ് 10 വരുന്നത്. അതുകൊണ്ട് അതിലത്തെ ഒരു പോയിൻ്റായ 0, 5 അതും നമുക്ക് എൻ്റർ ചെയ്യാം. അതായത് കഴിഞ്ഞ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ തന്നെ 0, 4, 0, -4 എന്നീ രണ്ട് ഫോക്കസുകളും കൂടാതെ എലിപ്സ് പാസ് ചെയ്യുന്ന ഒരു പോയിൻ്റായിട്ട് 0, 5 കൊടുത്ത് ABCയിൽ ക്ലിക്ക് ചെയ്താൽ വി ഗെറ്റ് ദ റിക്വയർഡ് എലിപ്സ്. നാം എല്ലാം ഡിലീറ്റ് ചെയ്യുന്നു. പുതിയ ഒരു ജിയോജിബ്ര വിൻഡോ എടുക്കാം, അല്ലെങ്കിൽ ഇതിൽ തന്നെ എഡിറ്റ് ചെയ്യുകയുമാവാം. നാം ഇവിടെ ചെയ്യുന്നത് ക്യാപിറ്റൽ A എന്ന പോയിൻ്റ് 0, 4 എന്ന് എൻ്റർ ചെയ്താലും മതിയായിരിക്കും. 0, 4 ഡീഫോൾട്ടായിട്ട് ക്യാപിറ്റൽ A ഇട്ട് വരും. ദെൻ 0, -4. ദെൻ അടുത്ത പോയിൻ്റ് 0, 5 അത് C ആയിട്ടും വരുന്നു. വേണമെങ്കിൽ നമുക്കത് C എന്ന് കൊടുക്കാം, അല്ലെങ്കിലും C ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇനി നേരത്തെ സൂചിപ്പിച്ച അതേ മെത്തേഡിൽ എലിപ്സ്. ഇവിടുത്തെ ഫോക്കസ് നമുക്കറിയാം -4 ആണ്, +4 ആണ്, ദെൻ 5 ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് എലിപ്സിൻ്റെ ഇക്വേഷൻ കിട്ടി. 25x² + 9y² = 225. ഇതാണ് നാം ഇവിടെ ആൻസറായിട്ട് എഴുതേണ്ടത്. നമുക്കിതിനെ തന്നെ വേണമെങ്കിൽ ഇനിയും മാറ്റി എഴുതാം. അതായത് x²/9 + y²/25 = 1. ഇതാണ് നമ്മുടെ ജനറൽ ഫോം. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഫോക്കസ് 0, 3, 0, -3. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 10 ആണ്. നേരത്തെ സെയിം മെത്തേഡ് പ്രകാരം തന്നെ നമുക്ക് 0, 5 എന്ന പോയിൻറ്റും ഇവിടെ എൻ്റർ ചെയ്യാവുന്നതാണ്. അതായത് 0, 3 ആക്കി മാറ്റാം. 0, 3, then 0, -3, 0, -3. 0, 5 എന്ന പോയിന്റിൽ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യം പോലും വരുന്നില്ല. നമ്മുടെ ആൻസർ ഇവിടെ നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ട്. 25x² + 16y² = 400. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത്. അതായത് ഇതിനെയും നമുക്ക് ഇങ്ങനെ തന്നെ മാറ്റി എഴുതാം. x² / 16 + y² / 25 = 1. ഇതാണ് ഇവിടുത്തെ ആൻസർ. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് 0 ± 3 ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 8 ആണ്. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 8 ആണെങ്കിൽ 0, 4 ആയിരിക്കും പാസ് ചെയ്യുന്ന മറ്റൊരു പോയിൻ്റ്. അപ്പോൾ ഇവിടെ മാറ്റാനുള്ളത് 0, 4. 0, 4. 0, 4 കൊടുത്താൽ നമുക്ക് റിക്വയർഡ് എലിപ്സ് കിട്ടി. അതായത് 16x² + 7y² = 112. ഇതാണ് ഇവിടുത്തെ ആൻസറായിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ രണ്ടാമത്തെയും ക്വസ്റ്റ്യൻ്റെ ആൻസർ കഴിഞ്ഞു. ദെൻ ഹൈപ്പർബോളയുടെ ക്വസ്റ്റ്യനാണ് മൂന്നാമത്തെ. യൂസിങ് ഹൈപ്പർബോള കമാൻഡ്. ടൂൾ ഉപയോഗിച്ചിട്ടല്ല, കമാൻഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഡ്രോ ഓൺലി 1 ക്വസ്റ്റ്യൻ ഹാവിങ് ടിക്ക് മാർക്ക് ഫ്രം ദ ഫോളോയിങ്. കൂടാതെ ഒരു ഹിൻ്റായിട്ട് തന്നിട്ടുണ്ട് എങ്ങനെയാണ് കമാൻഡ് എന്ന്. ഹൈപ്പർബോള, ഫോക്കസ്, സെമി മേജർ ആക്സിസിൻ്റെ ലെങ്ത്ത്. ഈ 3 കാര്യങ്ങളാണ് നമുക്കിവിടെ എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ, അതായത് x² / 16 - y² / 9 = 1 എന്ന ഹൈപ്പർബോള കിട്ടിയാൽ അതിൽ നിന്ന് ഫോക്കസുകൾ 2 എണ്ണവും കണ്ടുപിടിക്കണം. സെമി മേജർ ആക്സിസിൻ്റെ ലെങ്ത്തും അറിഞ്ഞാൽ മാത്രമേ ഹൈപ്പർബോളയുടെ കമാൻഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കൂ. അതുകൊണ്ട് ഇവിടെ ജനറൽ ഫോമുമായി കമ്പയർ ചെയ്യുമ്പോൾ, അതായത് x² / a² - y² / b² = 1 എന്ന ജനറൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ദ ഹൈപ്പർബോളയാണെങ്കിൽ അതിൽ നിന്ന് നമുക്കറിയാം x² ഡിനോമിനേറ്റർ എയും y² ഡിനോമിനേറ്റർ b അല്ലെങ്കിൽ b² ആയിരിക്കും. അതിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, a = 4 ആണ്, b = 3 ആണ്, കൂടാതെ a² + b² ആണ് c². 16 + 9 = 25. അതായത് c = √25 എന്ന് ചുരുക്കം. അതായത് ഇങ്ങനെയൊരു എലിപ്സ് ഹൈപ്പർബോള കിട്ടിയാൽ അതിൽ നിന്ന് a = 4, b = 3, c = 5. അതുകൊണ്ട് കമാൻഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഫോക്കസ് നമുക്ക് വേണം, കൂടാതെ 2 ഫോക്കസ് വേണം. ഇത് ഫസ്റ്റ് മോഡൽ ഹൈപ്പർബോളയാണ്. അതായത്
ഇവിടെയുള്ള ആക്സിസ് എലോങ് എക്സ് ആക്സിസ് ആണ്. അതുകൊണ്ട് നമ്മുടെ കോർഡിനേറ്റ്സ് ±50, പിന്നെ മേജർ ആക്സിസിൻ്റെ സെമി മേജർ ആക്സിസിൻ്റെ ലെങ്ത്ത് 4. ഇതിവിടെ പുതിയൊരു വിൻഡോ എടുത്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ പഴയത് ഡിലീറ്റ് ചെയ്തിട്ടും ചെയ്യുകയുമാവാം. ദെൻ ഹൈപ്പർബോള എന്ന് നാം എൻ്റർ ചെയ്യുന്നു. ഹൈപ്പർബോള, അതിൽ തന്നെ ആദ്യത്തെ ഫോക്കസ് നമുക്ക് വേണമെങ്കിൽ ഈ ഫോക്കസ് ആദ്യം ഒന്ന് എൻ്റർ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് നേരിട്ടിട്ട് കഴിഞ്ഞ തവണ നിന്ന് വിഭിന്നമായിട്ട് ആ പോയിൻ്റ് AB എന്ന് കൊടുക്കുന്നതിന് പകരം നാം ഇവിടെ -5,0 എന്ന് എൻ്റർ ചെയ്യുന്നു. ദെൻ കൂടാതെ അടുത്ത പോയിൻ്റ് 5,0. ദെൻ അടുത്തത് 4 ആണ് അടുത്തതായിട്ട് വരുന്നത്. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്കൊരു ഹൈപ്പർബോള ലഭിച്ചു. ഈ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ ഇതാണ് നമ്മളോട് കാണാൻ ചോദിച്ചിരിക്കുന്നത്. -9x² + 16y² = -144. ഇതാണ് ഈ വരച്ച ഹൈപ്പർബോള. ഹൈപ്പർബോള വരയ്ക്കാൻ പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ വരുന്ന അതേ ഹൈപ്പർബോള ആയിരിക്കണം. നമുക്കിത് രണ്ടും ഒന്നാണോ എന്നൊന്ന് പരിശോധിക്കാം. അതായത് 9x² + 16y² = -144. ഈ കണ്ടെത്തിയ ഇക്വേഷനിൽ -144 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ -9x² -144 + 16y² -144 = -144 -144 ചെയ്താൽ we can easily get x² / 16 -y² / 9 = 1. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് ഹൈപ്പർബോള വരയ്ക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ആൻസറായിട്ട് 3 എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ടത് ഹൈപ്പർബോള ഈസ് ഡ്രോൺ. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ കണ്ടെത്താവുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ x² / 9 y² / 16 = 1. നമുക്കറിയാം x² പോസിറ്റീവാണ്. അതുകൊണ്ട് ആക്സിസ് എലോങ് ഫോക്കസ് എലോങ് എക്സ് ആക്സിസ് തന്നെയാണ്. എന്നാൽ ഇവിടെ വ്യത്യാസം, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നിന്ന് വ്യത്യാസം, a = 3 ആണ്, b = 4 ആണ്. 9 + 16 25, √25 അതാണ് ഇവിടുത്തെ c. അതായത് ഫോർ എ ഹൈപ്പർബോള വി ഹാവ് a² + b² = c². a = 3, b = 4, c = 5. അതുകൊണ്ട് നമ്മുടെ പോയിന്റുകൾ ഫോക്കസ് ±50, കൂടാതെ സെമി മേജർ ആക്സിസിൻ്റെ ലെങ്ത്ത് 3 ആണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഹൈപ്പർബോള എന്ന് എൻ്റർ ചെയ്തിട്ട് ഫോക്കസ് നമുക്കറിയാം -5,0 ഇതാണ് a. ദെൻ അടുത്ത ഫോക്കസ് 5,0. ദെൻ സെമി മേജർ ആക്സിസിൻ്റെ ലെങ്ത്ത് നമുക്കറിയാം 3 ആണ്. ഒരു ബ്രാക്കറ്റും കൂടി ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. എൻ്റർ ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടി -16x² + 9y² = -144. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ -144 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വി ക്യാൻ ഈസിലി ഗെറ്റ് x² / 9 -y² / 16 = 1. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ x² / 36 -y² / 64 = 1. പഴയ രീതിയിൽ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ x² / 36 6² -y² / 8², അതായത് a = 6, b = 8, 36 + 64 = 100, √100 = 10. അതായത് a = 6, b = 8, c = 10. നമ്മുടെ ഫോക്കസ് ±10,0, കൂടാതെ സെമി മേജർ ആക്സിസിൻ്റെ ലെങ്ത്ത് 6. പഴയ ക്വസ്റ്റ്യൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ദെൻ പഴയ രീതിയിൽ നിന്ന് വിഭിന്നമായിട്ട് നമുക്ക് മറ്റൊരു രീതിയിൽ ഇവിടെ എൻ്റർ ചെയ്യുന്നു. അതായത് 10,0. ഇതാണ് നമ്മുടെ a എന്നുള്ള ആദ്യത്തെ പോയിൻ്റ്. ദെൻ -10,0 അടുത്ത പോയിൻ്റ്. ദെൻ ഹൈപ്പർബോള എൻ്റർ ചെയ്യുന്നു. ഫോക്കസ്. അപ്പോൾ ഈ സമയത്ത് പോയിൻറ്റിന് പകരം നമ്മൾ a എന്ന് കൊടുത്താൽ മതിയായിരിക്കും. ദെൻ വീണ്ടും ക്യാപിറ്റൽ B. ദെൻ അടുത്ത് നമുക്കറിയാം, അതായത് 6 ആണ് സെമി മേജർ ആക്സിസിൻ്റെ ലെങ്ത്ത്. ഇതേ രീതിയിലും നമുക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഫോക്കസും കൂടി ഇവിടെ വന്നു എന്ന് മാത്രം.
അപ്പോഴത്തെ ഇക്വേഷൻ -16x² + 9y² = -576. അതായത് -576 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ we can easily find the required equation of the hyperbola is x² / 36 + y² / 64 = 1. ഇതാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ഹൈപ്പർബോള രണ്ടും സെയിം തന്നെയാണ്. ആൻസർ ആയിട്ട് എഴുതേണ്ടത് ഹൈപ്പർബോള ഈസ് ഡ്രോൺ. ദെൻ നാലാമത്തെ, ഹൈപ്പർബോള ടൂൾ ഉപയോഗിച്ച് വരയ്ക്കേണ്ടതാണ്. ഫോക്കസ് തന്നിട്ടുണ്ട്. ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്കറിയാം ഫോക്കസ് 0,4 ആണ്, അല്ലെങ്കിൽ 0-4 ആണ്. അതായത് ഫോക്കസ് അലോങ് വൈ ആക്സിസ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പോയിൻ്റ് കണ്ടെത്തേണ്ടത് ട്രാൻസ്വേഴ്സ് ആക്സിസിൻ്റെ ലെങ്ത്ത് 6 ആണെങ്കിൽ നമുക്കറിയാം ഇവിടെ 0,3 ആണ് ഹൈപ്പർബോള പാസ് ചെയ്യുന്ന പോയിൻ്റ്. ഹൈപ്പർബോള ടൂൾ ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ രണ്ട് ഫോക്കസും ഹൈപ്പർബോള പാസ് ചെയ്യുന്ന ഒരു പോയിൻ്റുമാണ് നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്നത്. അതായത് ഒന്നാമത്തെ ഫോക്കസ് 0,4, രണ്ടാമത്തെ ഫോക്കസ് 0-4 പാസ് ചെയ്യുന്നൊരു പോയിൻ്റ്. ട്രാൻസ്വേഴ്സ് ആക്സിസിൻ്റെ ലെങ്ത്ത് 6 ആയതുകൊണ്ട് നമുക്ക് 0,3 എന്ന് പറയാം. 0,3. ദെൻ പുതിയൊരു വിൻഡോ എടുക്കുന്നു, അല്ലെങ്കിൽ പഴയതെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റിന് വേണ്ടിയിട്ട് നാം പോയിൻ്റ് ഒന്ന് പ്ലോട്ട് ചെയ്യുന്നു. പോയിൻ്റ് 0,4 ദെൻ 0-4 0,-4 എൻ്റർ ചെയ്യുന്നു. ദെൻ അടുത്ത പോയിൻ്റ് 0,3 0,3. അപ്പോൾ അത് ABC ആയിട്ട് നമുക്ക് വന്നു. ഇനി ഹൈപ്പർബോള ടൂൾ, അതായത് രണ്ടാമത്തെ ഹൈപ്പർബോള, അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്കറിയാം സെലക്ട് 2 ഫോക്കൈ ദെൻ പോയിൻ്റ് ഓൺ ദ ഹൈപ്പർബോള. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഫോക്കസ് രണ്ടും പുറത്താണ്. അപ്പോൾ Bയും Aയുമാണ് നമ്മുടെ ഫോക്കസ്. C ഇതിൻ്റെ ഇടയിലുള്ള 30 എന്ന പോയിൻ്റാണ്. ഇപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടിയിട്ടുണ്ട്. 9x² - 7y² = -63. നമുക്കറിയാം ഇത് വേണമെങ്കിൽ മറ്റൊരു രീതിയിലും കൂടി എഴുതാം. അതായത് -63 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കിങ്ങനെ മാറ്റി എഴുതാം. y² / 9 + x² / 7 = 1 എന്ന രീതിയിലും കൂടി ഇതിനെ മാറ്റി എഴുതാം. ഇങ്ങനെ എഴുതിയാലും ഇത് ആൻസർ തന്നെയാണ്. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്നത് 0 ± 5 ആണ്. ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ് 8 ആയതുകൊണ്ട് നമുക്ക് ആ പോയിൻറ്റിനെ 0,4 എന്ന് കൊടുക്കാം. അതായത് ഒന്നാമത്തെ പോയിൻ്റ് ഫോക്കസ് 0,5, രണ്ടാമത്തെ ഫോക്കസ് 0-5, പാസിംഗ് ത്രൂ ദ പോയിൻ്റ് 0,4. 0,5 0-5 0,4. അപ്പോൾ ഇവിടെ നാം ഓർഡറിൽ തന്നെ ചെയ്യാണ്. എല്ലാം നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്യാം. നമുക്ക് വേണ്ട പോയിൻ്റുകൾ ഒന്ന് 0,5 0,5 ദെൻ 0,-5 ദെൻ അടുത്ത പോയിൻ്റ് 0,4. പാസിംഗ് ത്രൂ ദ പോയിൻ്റാണ് 0,4. ഇപ്പോൾ 3 പോയിൻ്റ് കിട്ടി. 2 ഫോക്കസും പാസിംഗ് ത്രൂ ദ പോയിൻറ്റും. ഹൈപ്പർബോള ടൂളിൽ നിന്ന് ഹൈപ്പർബോള ആക്റ്റീവാക്കി നേരത്തെ ചെയ്ത പോലെ തന്നെ സെലക്ട് 2 ഫോക്കൈ ദെൻ പോയിൻ്റ് ഓൺ ദ ഹൈപ്പർബോള. അപ്പോൾ ഒന്നാമത്തെ ഫോക്കസ് -5 രണ്ടാമത്തെ ഫോക്കസ് 0,5 ദെൻ പാസിംഗ് ത്രൂ ദ പോയിൻ്റ് 0,4. we get the required equation of the hyperbola. 16x² - 9y² = -144. അതായത് y² / 16 - x² / 9 = 1 is the required equation of the hyperbola. Then അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് 0 ± 5 ട്രാൻസ്വേഴ്സ് ആക്സിസിൻ്റെ ലെങ്ത്ത് 6 ആണെങ്കിൽ നമുക്കറിയാം 0,6 ആയിരിക്കും പാസിംഗ് ത്രൂ ദ പോയിൻറ്റ്. അപ്പോൾ ഇവിടെ അടുത്ത പോയിൻ്റ് നമ്മൾ മാറ്റുന്നു. അതായത് 0,3 ആക്കി മാറ്റുന്നു. C എന്ന പോയിൻ്റ് 0,3 ഇപ്പോൾ ഹൈപ്പർബോള ടൂൾ ഉപയോഗിച്ച് -5 എന്ന ഫസ്റ്റ് ഫോക്കസ്, 0,5 എന്ന രണ്ടാമത്തെ ഫോക്കസ്, ദെൻ 0,3 ഈസ് ദ പാസിംഗ് ത്രൂ ദ പോയിൻറ്റ്. നമുക്കിവിടെ കിട്ടിയ ഇക്വേഷൻ 9x² - 16y² = -144. അതായത്
y square by 9 plus x square by 16 equal to 1. ഇതാണ് നമ്മുടെ റിക്വയർഡ് ഇക്വേഷൻ ഓഫ് ദ ഹൈപ്പർബോള. ഇങ്ങനെ രണ്ട് ലാബിൻ്റെ, അതായത് ലാബ് ഫോർ ട്രിഗണോമെട്രി ഫങ്ഷൻസ്, അതുപോലെ ലാബ് 11 എലിപ്സ് ആൻഡ് ഹൈപ്പർബോള, ഈ രണ്ട് ലാബിൻ്റെയും മോഡൽ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക്, യഥാർത്ഥ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വരാനിടയുള്ള ഏതാനും ക്വസ്റ്റ്യൻസ് ഇവിടെ പരിചയപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ കുട്ടികൾക്കും, പ്രാക്ടിക്കൽ പരീക്ഷ എഴുതുന്ന എല്ലാ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കും എല്ലാ മാത്തമാറ്റിക്സിൻ്റെ ആശംസകൾ.